ഹായ്, വിശാഖാണ്. ഇപ്പം എൻ്റെ ക്ലയൻസിൻ്റെ ഭാഗത്ത് നിന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പ്രോപ്പറായിട്ട് ഡയറ്റ് എടുക്കുന്നുണ്ട്, പ്രോപ്പറായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ബെല്ലി ഫാറ്റ് കുറയുന്നില്ല. എന്താണ് അതിൻ്റെ റീസൺ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിൽ ഞാൻ കണ്ടിട്ടുള്ള രണ്ട് കാറ്റഗറി ഉള്ള ആൾക്കാർക്കാണ്. ഒരു തരത്തിലുള്ള ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ടൊരു ടെൻഷനിലൂടെ സ്ട്രെസ്സിലൂടെ കടന്നു പോകുന്ന ആൾക്കാർ, എന്തെങ്കിലും കരിയർ വൈസുള്ള സ്ട്രെസ് ആവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്ട്രെസ് ആവാം, അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പ് സ്ട്രെസ് ആവാം. ഇങ്ങനെ പോകുന്ന ആൾക്കാരിൽ ആ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ അത് അവരുടെ കോർട്ടിസോൾ ലെവലിനെ അഫക്റ്റ് ചെയ്യുകയും അത് അവർക്ക് ബെല്ലി ഫാറ്റ് ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉണ്ട്, അത് വളരെ അധികം തമാശ നിറഞ്ഞൊരു കാറ്റഗറിയാണ്. അവർ ഈ പ്രോപ്പറായിട്ട് എക്സസൈസും ഡയറ്റും ചെയ്യുന്ന ആൾക്കാരാണ്, പക്ഷേ അവർ ഇടയ്ക്ക് ഏതെങ്കിലും ഒരു ആഹാരം കഴിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം വർക്കൗട്ട് മിസ്സാവുകയോ ചെയ്യുമ്പോൾ അതുകൊണ്ട് ടെൻഷനും സ്ട്രെസ്സും അടിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും രീതിയിൽ ഫുഡ് കഴിക്കും, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അവർ എക്സ്ട്രാ നമ്മളുടെ ഡയറ്റിലുള്ള എല്ലാത്ത എന്തെങ്കിലും ഫുഡ് കഴിക്കും. അത് ആലോചിച്ച് റിഗ്രറ്റ് ചെയ്ത് ഇരുന്നിട്ട് അതിൽ നിന്ന് സ്ട്രെസ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ബെല്ലി ഫാറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരുപാട് ക്ലയൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അവർ പ്രോപ്പറായിട്ട് എന്തെങ്കിലും ഒരു ആഹാരം കഴിച്ചാൽ പോലും അതിനകത്തൊരു റിഗ്രറ്റ് ഉണ്ടാവാതെ ഈ ആഹാരം കഴിച്ചു എന്ന് പറയുന്നതിനേക്കാൾ അല്ലെങ്കിൽ ആഹാരം കഴിച്ചതിനേക്കാൾ കൂടുതൽ പ്രശ്നം ഉണ്ടാകുന്നത് നിങ്ങൾ അത് വെച്ചിട്ട് റിഗ്രറ്റ് ചെയ്തിരിക്കുമ്പോഴാണ്. ദയവ് ചെയ്ത് എൻ്റെ എല്ലാ ക്ലയൻസും ആഹാരം കഴിച്ചു അല്ലെങ്കിൽ ഡയറ്റ് ഒന്നും മിസ്സായെന്നോ അല്ലെങ്കിൽ ഒരു വർക്കൗട്ടിന് ഒരു ദിവസം പോകാൻ പറ്റിയില്ലല്ലോ എന്ന് വെച്ചിട്ട് ഒരിക്കലും റിഗ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഹെൽത്തിനെ അഫക്റ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ, നിങ്ങളുടെ ബെല്ലി ഫാറ്റ് കൂടാൻ അത് കാരണമാവുകയും ചെയ്യും.